ഭിന്നശേഷി എയ്ഡഡ് അധ്യാപക നിയമനത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത് നിഷേധാത്മക നിലപാടെന്ന് ഫ്രാൻസിസ് ജോർജ് MP മീഡിയ വണിനോട്. UDFും കേരള കോൺഗ്രസും ഒരു മാനുഷിക പ്രശ്നമായാണ് ഇത് കാണുന്നത്. കോടതിയിൽ പോയി നീതി വാങ്ങാൻ മന്ത്രി പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ചേരാത്തത് സ്വകാര്യ മാനേജ്മെന്റുകൾ മന്ത്രി വെല്ലുവിളിക്കുന്നത് നിർഭാഗ്യകരം. സർക്കാർ പുനർവിചിന്തനം ചെയ്യണമെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. UDFും കേരള കോൺഗ്രസും ഇതൊരു മാനുഷിക പ്രശ്നമായിട്ടാണ് കാണുന്നത്. കാരണം ആയിരക്കണക്കിന് അധ്യാപകർ അവരുടെ നിയമനം സ്ഥിരപ്പെടാതെ വർഷങ്ങളായി കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇന്നിപ്പോൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ എന്തോ വലിയ അപരാധം ചെയ്യുന്നു എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി പ്രസ്താവന നടത്തുന്നതും വെല്ലുവിളിക്കുന്നതും അത് അങ്ങേയറ്റം നിർഭാഗ്യകരമായി. ഇതുപോലെ സാങ്കേതികത്വം പറഞ്ഞ് തൊഴിൽന്യായം പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ജനകീയ ഗവൺമെൻറ് ഭൂഷണമല്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു പുനർചിന്തനം നടത്തണം. മാനേജ്മെൻറ്റുകളെ വിളിക്കണം, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരാണെന്ന് വെച്ചാൽ അവരെ വിളിക്കണം. ഇനി എന്തെങ്കിലും പോരായ്മകൾ അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടെന്ന് ഗവൺമെൻറ് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ജോസി ബോബി വിവരങ്ങൾ നൽകാൻ. ഭിന്നശേഷി അധ്യാപന നിയമനത്തിൽ ഫ്രാൻസിസ് ജോർജ് MPയുടെ പ്രതികരണം. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രത്തോളം രൂക്ഷമായി വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുന്നത്? നൗഫൽ, കേരള കോൺഗ്രസുകൾക്ക് മേൽ സഭാ നേതൃത്വം വലിയ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസും UDFും പ്രധാനമായും മധ്യകേരളത്തിൽ നിന്നുള്ള ജോസഫ് വിഭാഗം ഈ വിഷയത്തിൽ പ്രതികരണവുമായും രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും ഫ്രാൻസിസ് ജോർജ് MP പറയുന്നത് ക്രൈസ്തവ സഭ എന്ത് പാതകം ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നത്. ഈ ഭിന്നശേഷി സംവരണത്തിന് ഒരിക്കലും എതിരല്ല എന്നുള്ള കാര്യം സഭാ നേതൃത്വം അറിയിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റ് നിയമനങ്ങൾ പോലും അംഗീകരിക്കുവാൻ ഇപ്പോൾ സർക്കാർ തയ്യാറാകുന്നത് നീതി നിഷേധമാണ്. സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ പുനർചിന്തനം നടത്തണമെന്നുള്ള ആവശ്യമാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അല്പസമയത്തിനകം കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ മോൻസ് ജോസഫ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിഷയം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് കേരള കോൺഗ്രസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ ഒക്ടോബർ 7-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ ഈ UDF നേതാക്കളും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് നേതാക്കളും ഒക്കെയും പങ്കെടുക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് യോഗം നടക്കുന്നത്. എന്തായാലും ഈ മാനേജ്മെന്റുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മന്ത്രിയുടെ വിമർശനത്തിൽ വലിയ പ്രതിഷേധമാണ് കേരള കോൺഗ്രസിനുള്ളത്. കൂടാതെ സഭാ നേതൃത്വവും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പും ഓർത്തഡോക്സ് സഭയും CSI സഭയും അടക്കമുള്ള പ്രബല സഭാ വിഭാഗങ്ങളൊക്കെയും മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രസ്താവന നടത്തിയത്. ക്രൈസ്തവ സഭാ നേതൃത്വം ആകെ ഭിന്നശേഷി സംവരണത്തിനെതിരാണ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്കെതിരാണ് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു സഭാ നേതൃത്വവും പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് സഭയെ പൂർണ്ണമായും പിന്തുണച്ചും സർക്കാരിനെ വിമർശിച്ചും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നൗഫൽ.